വർഷങ്ങളായിട്ട് ട്രോഫികളൊന്നും ഇല്ലാത്തൊരു ടീം, അവിടെ സീരിയൽ വിന്നേഴ്സ് ഉൾപ്പെടെയുള്ള മാനേജേഴ്സ് വന്നു പോകുന്നു, രക്ഷയില്ല, അവർക്ക് ആർക്കും ട്രോഫി അടിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവിടെയാണ് ഓസ്ട്രേലിയക്കാരനായിട്ടുള്ള ഒരു മാനേജർ, ടോപ്പ് 5 ലീഗുകളിലൊന്നും പരിശീലിപ്പിച്ച എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ അയാൾ വരുമ്പോൾ തന്നെ പറയുന്നുണ്ട്, സെക്കൻഡ് സീസണുകളിൽ ഞാൻ ട്രോഫി അടിക്കാറുണ്ട് എന്നുള്ളൊരു പതിവിനെ കുറിച്ചൊക്കെ അയാൾ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ അയാൾ വരുന്നു, അയാളുടെ വാക്ക് പാലിക്കുന്നു. 18 വർഷങ്ങൾക്ക് ശേഷം അവർക്കൊരു ട്രോഫിയൊക്കെ നേടിക്കൊടുക്കുകയാണ്. അതിനുശേഷം സംഭവിക്കുന്നത് 16 ദിവസങ്ങൾക്ക് ശേഷം അയാളെ സാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഫുട്ബോളിലെ വൺ ഓഫ് ദി ക്യൂരിയസ് കേസുകളിൽ ഒന്നാണ് ആഞ്ച് പോസ്റ്റ് കോഗുലിന്റെ സാക്കിംഗ് എന്ന് പറയുന്നത്. കാരണം ഔട്ട്സൈഡ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിയുമ്പോൾ അത് അവർ ചെയ്യുന്ന വലിയൊരു മണ്ടത്തരമാണ്, അല്ലെങ്കിൽ സ്പഴ്സി എന്ന് വിളിക്കാവുന്ന ഒരു സംഗതിയാണ്. കാരണം ഇത് ട്രോഫികൾക്കുള്ള അലർജിയാണോ അവരിത് ചെയ്യുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചോദിച്ചു പോകും. പക്ഷേ ഇമോഷനൊക്കെ മാറ്റി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു റൈറ്റ് ഡിസിഷൻ ആണെന്ന് തന്നെ തോന്നിപ്പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു സിമിലർ ആയിട്ടുള്ള ഇമോഷനിലൂടെയാണ് കഴിഞ്ഞ വർഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് കടന്നു പോയത്. അപ്പോൾ ലീഗിലേക്ക് നോക്കിക്കഴിയുമ്പോൾ പ്രകടനം ഭയങ്കര മോശം. മാസങ്ങളായിട്ട് ലീഗിൽ നല്ല പ്രകടനമൊന്നുമല്ല, തട്ടിമുട്ടിയൊക്കെ എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു പോകുന്നു. അതിനുശേഷം FA കപ്പ് ഫൈനൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ അത്ര നാൾ സംഭവിച്ച കാര്യങ്ങളെല്ലാവരും തന്നെ അങ്ങ് മറന്നു. ഇയാൾക്ക് തന്നെ ഒരു അവസരം കൊടുക്കാം, അടുത്ത സീസണിലേക്ക് വന്നു കഴിയുമ്പോൾ നന്നാവും എന്നുള്ളൊരു തോന്നൽ വരുന്നു. പക്ഷെ വലിയൊരു വിഭാഗം ഫാൻസിന് തോന്നുന്നുണ്ടായി ഇത് ശരിയാവില്ല. കാരണം ഈ ലീഗിലുള്ള ഫോമാണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കേണ്ട കാര്യം. കപ്പ് ഫൈനലുകൾ ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ടീമിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം ലീഗാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ടീം കൺസിസ്റ്റൻ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഗിലുള്ള പെർഫോമൻസ് ആണ്. അപ്പോൾ അതിനകത്തേക്ക് നോക്കിക്കഴിയുമ്പോൾ മോശമായിരുന്നു. പക്ഷേ ഈ കപ്പ് ഫൈനൽ എന്നുള്ള ഒറ്റ സംഭവം, അല്ലെങ്കിൽ ഒരു കപ്പ് അടിച്ചു എന്നുള്ള കാരണം കൊണ്ട് പുള്ളിക്കാരനെ നിർത്തി, ടെൻ ഹാഗിനെ നിർത്തി 200 മില്യൺ കൊടുത്തു. അതിനുശേഷം 3-4 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സാക്ക് ചെയ്തു. അപ്പോൾ അതൊരു വലിയൊരു മണ്ടത്തരമായിരുന്നു. ഒരു ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിലും അതുപോലെ തന്നെ ക്ലബിൻ്റെ ഡിസിഷൻ ആണെങ്കിലും മണ്ടത്തരമായിരുന്നു. അപ്പോൾ എന്ന് പറയുന്ന ഒരു സിമിലർ സംഭവം ഒഴിവാക്കാനാണ് ടോട്ടനം ഈ കാര്യത്തിൽ ശ്രമിച്ചത്. അവർ ഇമോഷൻസ് മാറ്റി വെച്ചു. ശരിയാണ്, ഇമോഷണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കഴിയുമ്പോൾ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ് പോസ്റ്റ് കോഗിൽ നേടിയത്. അപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹം ഒരു ബേസിക്കലി ഒരു ക്ലബ് ലെജൻഡ് സ്റ്റാറ്റസ് നേടിയെടുത്തിട്ടാണ് ക്ലബ്ബ് വിട്ട് പോകുന്നത്. പക്ഷേ ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കിക്കഴിയുമ്പോൾ വളരെ സാക്കബിൾ ആയിട്ടുള്ള ഒഫൻസാണ് ടോട്ടനത്തിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ടോട്ടനം 17ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യേണ്ട ഒരു ടീമല്ല. അവരുടെ സ്ക്വാഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ടോപ്പ് 8 ഫിനിഷ് ചെയ്യാനുള്ള സ്ക്വാഡ് തീർച്ചയായും അവിടെ ഉണ്ട്. സോണുണ്ട്, സൊലാങ്കയുണ്ട്, പെഡ്രോ പോറുണ്ട്, ബെർഗുവാലുണ്ട്, അതുപോലെ തന്നെ വാൻഡവൻ ഉണ്ട്, റൊമേറോ ഉണ്ട്. അതുപോലെ ഓരോ പൊസിഷനിലേക്ക് നോക്കിക്കഴിയുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സൊക്കെ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ ആ ടീമിനെ വെച്ചിട്ട് ഇദ്ദേഹത്തിന് 22 മത്സരങ്ങൾ തോക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പം അതിനകത്ത് തന്നെ ഇദ്ദേഹം പറയുന്നൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചുറികളുടെ കാര്യമാണ്. അപ്പം ഇഞ്ചുറികളുടെ കാര്യത്തിലേക്ക് എടുത്തു കഴിഞ്ഞാലും കൂടുതലായിട്ട് അവർക്ക് സംഭവിച്ചിട്ടുള്ളത് മസിൽ ഇഞ്ചുറിയാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ ഇദ്ദേഹത്തിനാണ് ക്രിറ്റിസിസം കിട്ടുന്നത്. കാരണം മസിൽ ഇഞ്ചുറികൾ ഇത്രയധികം സംഭവിക്കുന്നത് അത് ട്രെയിനിങ്ങിൻ്റെ പ്രശ്നമാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്രിറ്റിസിസം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹം ചില മത്സരങ്ങളിൽ പ്ലേയേഴ്സിനെയൊക്കെ റഷ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇഞ്ചുറി ആയിട്ടുള്ള താരങ്ങൾ, എക്സാമ്പിൾ ഇപ്പോൾ വാൻഡവൻ ആണെങ്കിലും റൊമേറോ ആണെങ്കിലും, അവർ ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ആവുന്നതിന് മുമ്പേ അവർ ചില മത്സരങ്ങളിൽ ഫീൽ ചെയ്തിട്ട് വീണ്ടും ഫ്രഷ് ഇഞ്ചുറി വന്ന് അവർക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പ്ലേയേഴ്സ് റിക്കവർ ആവുന്നതിന് മുമ്പേ തന്നെ അവരെ റഷ് ചെയ്ത് ഇറക്കുന്നത് കൊണ്ട് വീണ്ടും ഇഞ്ചുറികൾ സംഭവിച്ചിട്ടുള്ള ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഫാൻസായിട്ട് ഉടക്കുണ്ടാക്കിയ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലൊരു മത്സരത്തിൽ ഇങ്ങനെയൊക്കെ യാതൊരു ഐഡിയ ഇല്ല എന്നുള്ള രീതിയിൽ ഫാൻസ് ചാൻഡ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഇങ്ങനെ കൈകൊണ്ട് ഫാൻസിനെ നോക്കി ആംഗ്യം കാണിച്ച സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫാൻസായിട്ടും അത്ര നല്ല രീതിയിലല്ലായിരുന്നു ഒരു സമയത്ത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ആഞ്ചെ ബോൾ അതിനാണെങ്കിലും ഒത്തിരി ക്രിറ്റിസിസം കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന പോലെ പല മത്സരങ്ങളിലും സ്പേഴ്സ് അവർ അറ്റാക്ക് ചെയ്ത് പോകും, ഡിഫൻസ് ഓപ്പൺ ആക്കിയിടും. അപ്പോൾ അങ്ങനെ ലീഗിലേക്ക് വന്നു കഴിയുമ്പോൾ പല മത്സരങ്ങളും അദ്ദേഹത്തിൻ്റെ ഈ പ്രിൻസിപ്പിൾ കാരണം അവർ ഒത്തിരി മത്സരങ്ങളിൽ ഗോൾ വഴങ്ങേണ്ടി വന്നിട്ടുണ്ട്, തോക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒത്തിരി ഗോളുകളൊക്കെ അടിച്ചിട്ടുണ്ട്, 10-60 മുകളിൽ ഗോളുകളൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഓപ്പൺ ആക്കി ഇടുന്നതുകൊണ്ട് തന്നെ അവർ ഗോൾ വഴങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ വിപരീതമായിട്ടാണ് അദ്ദേഹം യൂറോപ്പ ലീഗിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ടീമിനെ സെറ്റ് ചെയ്ത് ഡിഫെൻസീവായിട്ട് പ്രാഗ്മാറ്റിക് ആയിട്ടാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ സംഭവം ലീഗിൽ ചെയ്തുകൂടാന്നുള്ളൊരു കാര്യം തീർച്ചയായും എല്ലാവരും മനസ്സിലേക്ക് വരുന്നൊരു ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീഗിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് വിട്ടില്ല. പക്ഷേ യൂറോപ്പ ലീഗിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പ്രിൻസിപ്പിളൊക്കെ മാറ്റി വെച്ചിട്ട് പ്രാഗ്മാറ്റിക് ഫുട്ബോൾ കളിച്ചു, അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ അങ്ങനെ ആ ഒരു വിജയം കൊണ്ട് ഈ പറയുന്ന പോലെ ക്രിറ്റിസിസം കിട്ടിയ ഫാൻസ് വരെ അദ്ദേഹത്തിൻ്റെ സൈഡിലേക്ക് ആയതാണ്. ഈ പറയുന്ന പോലെ ഫാൻസായിട്ട് ഉണ്ടായിരുന്ന ഇഷ്യൂ ഒക്കെ അവരെല്ലാം മാറ്റിവെക്കാൻ തയ്യാറായതാണ്. കാരണം വർഷങ്ങൾക്ക് ശേഷം ഒരു ട്രോഫി ടോട്ടനത്തിലേക്ക് എത്തി, അതും ഒരു യൂറോപ്യൻ ട്രോഫി. പക്ഷേ ടോട്ടനത്തിൻ്റെ മാനേജ്മെന്റ് ആ ഒരു ഇമോഷണൽ സൈഡ് മാറ്റി വെച്ചിട്ട്
ഈ ഒരു ഡിസിഷൻ എടുത്തു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ എന്താണ് അടുത്തതായിട്ട് ടോട്ടനത്തിൽ സംഭവിക്കാൻ പോകുന്നുള്ള കാര്യത്തെക്കുറിച്ചും വാർത്തകൾ വരുന്നുണ്ട്. ഇപ്പോൾ നമ്പർ 1 പ്രയോറിറ്റി ആയിട്ട് തോമസ് ഫ്രാങ്കിനെയാണ് കാണുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ റൊമാനോ എന്ന് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്, ഡിസർബിക്ക് വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചു, പക്ഷേ ഡിസർബി മാർസലിൽ തന്നെ നിൽക്കാൻ പോകണമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പം എന്തായാലും തോമസ് ഫ്രാങ്ക് ആയിട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നാണ് പറയുന്നത്. തോമസ് ഫ്രാങ്ക് തീർച്ചയായും നല്ലൊരു മാനേജറാണ്. അദ്ദേഹം ബ്രെൻഫോർഡിനെ വെച്ചിട്ട് ചെയ്ത കാര്യങ്ങൾ നിസ്സാരമല്ല. അവർ ലോവർ ലീഗുകളിൽ നിന്നൊക്കെ ചെറുതായിട്ട് പതുക്കെ കയറി വന്നൊരു ടീമാണ്, പക്ഷേ അവരുടെ ബഡ്ജറ്റ് ആണെങ്കിലും കുറവാണ്. അപ്പോൾ അത്രയും ഒരു ചെറിയ ടീമിനെ വെച്ചിട്ട് അദ്ദേഹം നല്ല റിസൾട്ടുകൾ നേടിയെടുക്കുക. ഈ വലിയ ടീമുകൾക്കെതിരെയൊക്കെ അവർ പല നല്ല വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ലിവർപൂൾ, യുണൈറ്റഡ്, ഒരുമാതിരിപ്പെട്ട വലിയ ടീമുകളൊക്കെ അവർ തോൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നല്ല റിസൾട്ടുകൾ, അതുപോലെ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ടും ലിമിറ്റഡ് റിസോഴ്സുകൾ കൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു സിസ്റ്റം മാനേജർ എന്ന് പറയുന്ന അങ്ങനെ ഒരു സംഗതിയൊന്നുമല്ല. അദ്ദേഹം 4-3-3 ഉപയോഗിക്കും, ബാക്ക് 3 വെച്ച് കളിപ്പിക്കും, പ്രാഗ്മാറ്റിക് ആകേണ്ട സമയത്ത് പ്രാഗ്മാറ്റിക് ആവും. അപ്പോൾ അങ്ങനെ സിറ്റുവേഷൻ അനുസരിച്ച് മാനേജ് ചെയ്യാൻ അറിയാവുന്ന അത്യാവശ്യം ഐക്യു ഒക്കെ ഉള്ളൊരു മാനേജറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സോളിഡ് ഡിസിഷനാണ് ഇദ്ദേഹത്തെ കൊണ്ടുവരിക എന്ന് പറയുന്നത്. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു പ്രൂവൺ വിന്നറൊന്നുമല്ല, അദ്ദേഹം ട്രോഫികളൊന്നും നേടിയിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ എന്തായാലും ലെറ്റ്സ് വെയിറ്റ് ഫോർ തോമസ് ഫ്രാങ്ക് എറ. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റ് ആയിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.